സ്നേഹമുള്ള സഹോദരിമാരെ, നിങ്ങളുടെ മുഖത്ത് കാണുമ്പോൾ വളരെ സന്തോഷം, വളരെ ചൈതന്യവത്തായ ഒരു നിൽപ്പാണ് കാണുന്നത്. എന്തോ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു രാജാതിരാജനെ സ്വീകരിക്കാൻ, രാജാവിനെ സ്വീകരിക്കുന്ന ഒരു പ്രൗഢിയോടെ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എൻ്റെ ആശുപത്രിയിലായിരുന്നപ്പം ഈ ഐശോയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിരന്തരമായിട്ട് ദിവ്യാനേശ്വരയുടെ അടുത്തായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഗർഭാവസ്ഥയിലെ അവർക്ക് കിഡ്നിക്ക് പഴുപ്പ് കയറിയായിരുന്നേ. എന്നിട്ട് അന്ന് ആ സമയത്തായിരുന്നു ഞങ്ങൾ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം പിന്നെ ഓപ്പറേഷൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒത്തിരി ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഇനി ഓപ്പറേഷൻ പറ്റിയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറേ ഇഞ്ചക്ഷൻ അടിച്ചാലേ. എന്നിട്ട് ഈ കിഡ്നിക്ക് ഇത് പഴുപ്പ് വന്നുകൊണ്ട് ഇത് കുഞ്ഞിനെ, എന്നിട്ട് കൊച്ചിന് പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു. കൊച്ചിനെ എടുത്തു. ഒരു കുഴപ്പമില്ലാതെ മരിക്കറായിരുന്നു. രണ്ടുപേരും മരിക്കുമെന്നാണ് പറഞ്ഞു. അതുപോലെ അവസ്ഥയിലായിപ്പോയായിരുന്നു. രണ്ടുപേർക്കും അവസ്ഥയിലായിരുന്നു. ആ ഈശോ, ദിവ്യാനീശോയാണ് ഈ തന്നത്. എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റിയല്ല. അത്രമാത്രം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ മോനെ രണ്ടുപേരെ മക്കളെ എടുത്ത് തന്ന ഈശോയാണ്. അന്ന് ഞാൻ കരഞ്ഞു. ഒരു ദിവസം പോലും കരയാത്ത ദിവസമില്ല. എല്ലാ ദിവസവും വന്ന് ഈശോ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ അവരുടെ ഈശോ, ദിവ്യാനീശോ എനിക്ക് തന്നു. രണ്ടുപേര് ഒരു കുഴപ്പവും കൂടാതെ രണ്ടുപേരും സുഖമായിട്ട് ഇപ്പോൾ ആശുവെന്ന് അമ്മ അതിന് പേരിട്ടത്. ഈശോയുടെ കുഞ്ഞാണ്, ഈശോ തന്ന കുഞ്ഞാണ്.